കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 4-ാം തീയതി കടവന്ത്ര സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഒരു സ്ത്രീയെ, പ്രായമായ സ്ത്രീ, 75 വയസ്സുള്ള സുഭദ്രയെ കാണാതായ സംഭവത്തിൽ ഒരു കേസ് കടവന്ത്ര സ്റ്റേഷൻ അധികാരികൾ എടുക്കുകയും അതിന്റെ അന്വേഷണം അവർ നടത്തുകയും ചെയ്തു. വളരെ നല്ല രീതിയിൽ അന്വേഷണം നടത്തിയെങ്കിൽ തന്നെയും ഈ സുഭദ്ര എവിടെ പോയി എന്നുള്ളതിനെ പറ്റി ഒരു തിട്ടം അവർക്കില്ലായിരുന്നു. തുടർന്ന് പല ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്തു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അത് എല്ലാം പരിശോധിച്ചും മറ്റ് ചില കാര്യങ്ങൾ കൂടി അനലൈസ് ചെയ്തതിൽ ഈ കലവൂര് നിവാസികളായിട്ടുള്ള 2 പേരോട് ഒപ്പം ഈ സുഭദ്രയെ കണ്ടതായിട്ടുള്ള വിവരം കിട്ടിയായിരുന്നു. ഈ സുഭദ്ര ഇത് മിസ്സിംഗ് ആയിട്ടുള്ള സ്ഥലം ഈ മണ്ണഞ്ചേരി സ്റ്റേഷൻ പരിധിയിലെ പിന്നെ ഈ കോർത്തശ്ശേരി ഭാഗമാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അവിടെ 2 ദമ്പതികൾ ഇവിടെ വാടക വീട്ടിൽ താമസിച്ചിരുന്നു. അവരോടൊപ്പമാണ് വന്ന് ഈ സുഭദ്ര താമസിച്ചിരുന്നത്. സുഭദ്ര ഈ ആത്മീയ കാര്യങ്ങളിലൊക്കെ മുഴുകി, അതേപോലെ തന്നെ ആരുമായിട്ട് പരിചയപ്പെട്ട് ഒരുപാട് പരിചയക്കാരൊക്കെ ഉള്ള സ്ത്രീയായിരുന്നു. അങ്ങനെ എങ്ങനെയോ ഇവർ 2 പേരുമായിട്ട് പരിചയത്തിലായി. ഇവരുടെ വീട്ടിൽ വന്ന് തങ്ങിയ ശേഷമാണ് ഇവരെ കാണാതെ എന്നുള്ള വിവരം പരിസരവാസികളിൽ നിന്ന് മറ്റൊക്കെ നമ്മൾ ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷം, കടവന്ത്രയിൽ നിന്ന് ഈ കേസ് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് അതിന്റെ ഫയൽ അയച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ആലപ്പുഴയുടെ മേൽനോട്ടത്തിൽ ഈ കേസ് അന്വേഷിക്കുകയും മറ്റും ചെയ്തു. അതിനുശേഷം ഇവിടെ പരിസരവാസികൾ വന്ന് അന്വേഷിച്ചതിൽ ഇവിടെ താമസിച്ചിരുന്ന ഈ ദമ്പതിമാർ മാത്യൂസ് എന്നും ശർമ്മളയെന്നും പേരുള്ള ഉദ്ദേശം 38 വയസ്സ് പ്രായമായിട്ടുള്ള ദമ്പതിമാരെ കാണാതില്ല എന്ന ഒരു കാര്യം മനസ്സിലാക്കി. തുടർന്ന് അന്വേഷണത്തിൽ ഇവിടെ ഈ കൂടുതൽ സംശയങ്ങൾ ബലപ്പെട്ടു. കാരണം ഇവരെ ഒരു പ്രകാരത്തിലും കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവരുമായിട്ട് ബന്ധപ്പെട്ടവരിലൊന്നും കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. അങ്ങനെ നമ്മളിവിടെ ഒരു കഡാവർ ഡോഗിനെ, ഈ മൃതദേഹം കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന ഒരു പോലീസ് നായയെ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചു. മായ എന്ന് പറഞ്ഞ ആ പോലീസ് നായ വളരെ വിദഗ്ധമായ രീതിയിൽ നമ്മളിപ്പം ഈ ബോഡി കണ്ട ഭാഗത്ത് അതിന്റെ ഒരു മുന്നറിയിപ്പ് നൽകി. തുടർന്നാണ് നമ്മൾ ഇന്ന് നമ്മുടെ അമ്പലപ്പുഴ തഹസീൽദാറുടെ സാന്നിധ്യത്തിൽ ഈ സ്ഥലം ഓപ്പണാക്കി പരിശോധിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ മൃതദേഹം ഇവിടെ കാണുന്നുണ്ട്. ഇനി അതിന്റെ ഫർദർ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ബോഡി ഇപ്പം കാണാതായിട്ടുള്ള സുഭദ്രയുടെ ബന്ധുക്കള്, മക്കൾ അടക്കമുള്ളവർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമേ ഡിസ്ക്ലോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ല, അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പം ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ വെളിപ്പെടുത്തുന്നതിൽ ചില സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ട് അത് അന്വേഷണത്തെ ബാധിക്കും. കസ്റ്റഡിയിൽ ആരും തന്നെ ഇല്ല. ഈ നമ്മൾ ഒരു സംശയിക്കപ്പെടുന്ന ആൾക്കാരെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ഏതാ ഇപ്പൊ അതിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണ്. അപ്പൊ ഇത് പല സഹായകരമായ പല അന്യ സംസ്ഥാനം വരെ കേന്ദ്രീകരിച്ച് നമുക്ക് ചെയ്യേണ്ടിയിരിക്കും. ഇല്ല, അത് നമ്മളത് നടത്തുന്നേ ഉള്ളത്. ഇതിൽ ശർമ്മള എന്ന് പറഞ്ഞ സ്ത്രീ നമ്മൾ സംശയിക്കപ്പെടുന്ന പിന്നെ ഉടുപ്പി സ്വദേശിയാണ്, കർണാടകക്കാരിയാണ്. അതേപോലെ മാത്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കാട്ടൂർ സ്വദേശിയാണ്. അത് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇത് നമ്മളിപ്പോ കൊലപാതകം എന്ന് പറഞ്ഞത് ഇപ്പൊ ഇവിടുന്ന് കാണാതായിരിക്കുകയാണ്. എന്താണ് ഇതിൽ സംഭവിച്ചെന്നുള്ളതിനെ പറ്റി മാത്രമേ നമുക്ക് ആ വാക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കൊലപാതകം എന്നുള്ള വാക്ക് തന്നെ അത് ഒരു മുൻവിധിയോടുകൂടി പറയുന്നത് ശരിയല്ല. അത് അന്വേഷണത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട് വെളിപ്പെടുത്തുന്നതിൽ. അതാണ് അത് എന്നാണത് നടന്നുള്ളതിനെ പറ്റി നമ്മൾ വിദഗ്ധപരമായിട്ടുള്ള ഉപദേശം പിന്നെ അഭിപ്രായം നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു. 4-ാം തീയതി ഇവരെ കാണാതായി. ഇവരെ ഒരു 2-3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്നാണെന്നുള്ളത് മറ്റുള്ള ആൾക്കാരെ കൂടി കണ്ടു ചോദിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇതുവരെ നമ്മുടെ അന്വേഷണത്തിലില്ല. നമ്മളതിന്റെ എല്ലാം നോക്കിയതാണ്. കുഴി എടുപ്പിച്ചതിന്റെ ഉദ്ദേശം നമുക്ക് അനുമാനിക്കാവുന്നേ ഉള്ളൂ. ഇന്ന കാര്യത്തിന് വേണ്ടി അതുകൂടി കണക്കാക്കിയാണ് നമ്മൾ പിന്നെ പോലീസ് നായയുടെ പിന്നെ സഹായത്തോടുകൂടി ഇവിടെ കുഴി നമ്മൾ തോണ്ടിയത്. അതിന്റെ ഒരു വ്യക്തമായ ഡേറ്റ് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാസം ഇതേപോലെ ഇവർ വന്ന് നിന്നതിന് ശേഷമുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്.
അവർ നേരത്തെ വന്ന് താമസിച്ചിട്ടുള്ളതാണ് ഇവരോടൊപ്പം തന്നെ.